ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ചുവടുമാറുന്ന ഈ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ പോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തഡോളജി ഉണ്ട്. +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്ന H2O2 ഫ്യൂവൽ സെൽ. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളെയാണ് ഗാൽവാനിക് സെൽ എന്ന് പേര് വിളിക്കുക. ഹൈഡ്രജൻ, മീഥെയിൻ, മെത്തനോൾ പോലുള്ള ഫ്യൂവലുകളുടെ കമ്പഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ സെൽ. നാസയുടെ അപ്പോളോ സ്പേസ് പ്രോഗ്രാം മിഷൻസിന് ആസ്ട്രോനട്സിന് ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ഈ മെത്തഡാണ്. What are the advantages of H2O2 fuel cell? The byproduct will be heat and water. It is eco-friendly and there is no pollution. ആനോഡിലേക്ക് ബബിൾ ചെയ്യുന്ന ഹൈഡ്രജൻ മോളിക്യൂൾസ് H+ അയോൺസും ഇലക്ട്രോൺസുമായി സ്പ്ലിറ്റ് ചെയ്ത് ആ H+ അയോൺസ് പോറസ് ഇലക്ട്രോലൈറ്റിലൂടെ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ആണെങ്കിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. And that flow of electrons gives the electricity. So what will be the byproduct? ആനോഡിൽ നിന്ന് മൂവ് ചെയ്യുന്ന H+ അയോൺസ് കാഥോഡിലെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് it will form water in the form of water vapor. For more interesting and futuristic videos, stay tuned with NEW10'S.